ഹായ്, നമ്മളിന്ന് പുതിയൊരു സർക്യൂട്ട് ചെയ്യുകയാണ്. നമ്മുടെ സർക്യൂട്ടിൻ്റെ മെയിൻ കമ്പോണൻ്റാണ് ബസർ. കണ്ടോ, ഇതാണ് ബസർ. കണ്ടോ, ബസറിന് രണ്ട് ടെർമിനൽസാണ് ഉള്ളത്. ഒരു ടെർമിനലിൻ്റെ ലെഗിന് ശകലം ലെങ്ത് കൂടുതലും ചിലതിന് ശകലം വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എൻ്റെ ഫിംഗറിൽ വയ്ക്കുന്ന വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ലെങ്ത് കൂടിയ ലെഗുള്ളത് നമ്മുടെ പോസിറ്റീവും മറ്റേത് നെഗറ്റീവുമാണ്. ഇവിടെ പോസിറ്റീവ് ഇവിടെ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് ആദ്യം ബ്രെഡ് ബോർഡിൽ പ്ലേസ് ചെയ്യാം. ബ്രെഡ് ബോർഡുണ്ട്, അർഡിനോ ഉണ്ട്, ജംപ് വയർ ഉണ്ട്, പിന്നെ റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ബസറിനെ പറ്റി ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ബസറാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആൾ, അതുകൊണ്ടാണ് ബസറിനെ പറ്റി ആദ്യം പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ബ്രെഡ് ബോർഡിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ബസറിൻ്റെ പോസിറ്റീവിൽ നിന്ന് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യും. നമ്മളിപ്പം ഒരു 1 കിലോമിൻ്റെ റെസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് കൊടുത്തിട്ട് തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പോസിറ്റീവ് ഇവിടെ കൊടുത്ത് നോക്കി കൺഫേം ചെയ്ത് കണക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കാരണം ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ട്, നമുക്ക് ഇപ്പോഴത്തെ കണക്ഷൻ മാറിപ്പോകരുതല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ ബസറിൻ്റെ മണ്ടഭാഗം ഇത്രയും ബ്രെഡ് ബോഡി വന്ന് അമങ്ങുമ്പോൾ നമുക്ക് ആ പിന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അത് കറക്റ്റ് എവിടെയാണ് കൊടുത്തതെന്ന് നോക്കി വേണം നമ്മൾ റെസിസ്റ്റർ പോസിറ്റീവിൽ കൊടുക്കാനും അതുപോലെ നെഗറ്റീവ് കൊടുക്കാനും കേട്ടോ. ഓക്കെ, ഇവിടെ പോസിറ്റീവിൽ നമ്മൾ റെസിസ്റ്റർ കൊടുത്തു. നമ്മൾ ഒരു നെഗറ്റീവിൽ നിന്ന് നമ്മൾ കൊടുത്തു. നമ്മൾ കറക്റ്റായിട്ട് പിന്നെ മനസ്സിലാണ് ബസർ ഒന്നുകൂടെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഗ്രൗണ്ട് അപ്പോൾ ആർഡിനോയുടെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക കേട്ടോ. ആർഡിനോയുടെ ഗ്രൗണ്ടിൽ കൊടുത്തു. ഇനി നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നത് ആർഡിനോയുടെ ഡിജിറ്റൽ പിൻ 13ലേക്കാണ്. അപ്പോൾ നമ്മുടെ റെസിസ്റ്ററിൻ്റെ മറ്റേ ടെർമിനലിൽ നമ്മൾ ഒരു സൈഡ് നമ്മൾ പോസിറ്റീവ് കൊടുത്തല്ലോ ബസറിൻ്റെ, അടുത്തത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ആർഡിനോയുടെ 13 പിന്നിലേക്ക് കൊടുക്കാൻ പോവാം. ഡിജിറ്റൽ പിൻ 13ലേക്ക് ഓക്കെ, നമ്മൾ 13ലേക്ക് കൊടുത്തു. ഇനി നമ്മൾ ഒരു 5 വോൾട്ട് എടുത്ത് ബ്രെഡ് ബോർഡിൻ്റെ പോസ്റ്റിലേക്ക് കൊടുക്കുവാണേ. നമ്മുടെ കണക്ഷൻ ഇത്രയേ ഉള്ളൂ, അതായത് നമ്മുടെ സർക്യൂട്ട് കണക്ഷൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സർക്യൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബസറിനെ അലാം ചെയ്യിക്കുക, അതായത് നമ്മൾ അലാറം അടിക്കത്തില്ല, അത് ബസർ വെച്ച് നമ്മൾ അലാം സെറ്റ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർഡിനോ. അതിനോട് ഹെൽപ്പോടെ ബസർ നമ്മൾ അലാം ചെയ്യുന്ന സർക്യൂട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കോഡ് എടുത്തിട്ട് നമുക്കൊന്ന് സർക്യൂട്ട് റൺ ചെയ്ത് നോക്കാം. എല്ലാവരും സൗണ്ട് കേൾക്കുന്നുണ്ടോ? നമ്മുടെ ബസർ വർക്ക് ചെയ്യുന്ന സൗണ്ടായി കേൾക്കുന്നത് കേട്ടോ. അതായത് ഇവിടെ നമ്മുടെ ബസർ 2 ഫ്രീക്വൻസിയിലാണ് ഇത് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 200 ഹെഡ്സ് ഫ്രീക്വൻസിയും സെക്കൻഡ് ഫ്രീക്വൻസി 500 ഹെഡ്സ് ഫ്രീക്വൻസിയുമാണ്. 200 ഹെഡ്സ് ഫ്രീക്വൻസിയിൽ ഇത് 100 സെക്കൻഡ്സ് മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ, 100 മില്ലി സെക്കൻഡ്സ് മാത്രമേ ചെയ്യത്തുള്ളൂ, വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ 500 ഹെഡ്സ് ഫ്രീക്വൻസിയിൽ 300 മില്ലി സെക്കൻഡ്സ് വരെ ഇത് സൗണ്ട് കേൾക്കും, അലാം കേൾക്കും. അപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ ടൈം മില്ലി സെക്കൻഡ് സെറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് ആ ഡിലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തത്. പിന്നെ നമ്മളൊരു ഡിലേയും സെറ്റ് ചെയ്തിട്ടുണ്ട്, 200 ഡിലേയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പിൻ മോഡ് 13 ആണ്. പ്രോഗ്രാമിൽ നമ്മൾ 2 ഫങ്ഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. പിൻ മോഡ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏത് ഔട്ട്പുട്ട് എവിടെയാണ് കാണിക്കുന്നത് എന്നുള്ളത്, ഔട്ട്പുട്ട് എവിടെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമ്മൾ ഇനി ഇൻപുട്ട് ആണെങ്കിൽ ഒരു ഇൻപുട്ട് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കണ്ടോ, ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ ആ പിന്നിൽ നമ്മൾ എന്താ എടുക്കുന്നത്, ഔട്ട്പുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട്, ഇൻപുട്ട് ആണെങ്കിൽ ഇൻപുട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെയുള്ളൊരു ഫങ്ഷൻ ടോൺ. ഇതിൻ്റെ നമ്മൾ കണ്ടോ അതിൻ്റെ ആ പ്രത്യേകതകളാണ്. ഈ ടൂണിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന അവിടെ തന്നെ കാണിക്കും. നമ്മളത് വെക്കുമ്പോൾ വരുന്നുണ്ട്.
നമ്മൾ മൗസ് അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ കാണിക്കുന്നുണ്ട് കണ്ടോ. അതായത് ഫ്രീക്വൻസിയും ഒരു ലോങ് ഡ്യൂറേഷനും, അതായത് എത്ര ഫ്രീക്വൻസി ഇത് അലാം നമുക്ക് കേൾക്കണം, എത്ര ഡ്യൂറേഷൻ കേൾക്കണം, ആ മില്ലി സെക്കൻഡ്സിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നമുക്കൊന്ന് സൗണ്ട് കേൾപ്പിച്ച് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇവിടെ ഞാൻ ഇതിൻ്റെ ഫ്രീക്വൻസി ഒരു 700 ഹെഡ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യുവാണേ. എന്നിട്ട് നമ്മളതിൻ്റെ ടൈം എത്ര ടൈം വേണമെന്നുള്ളത് ഒരു 500 മില്ലി സെക്കൻഡ്സ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്കിതൊന്നുകൂടെ എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് സൗണ്ടിൽ മനസ്സിലാവുന്നുണ്ടോ നോക്കണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഫ്രീക്വൻസിയും ടൈമും ചേഞ്ച് ചെയ്തും ഈ ബസറിൻ്റെ അലാം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കോഡ് വെച്ച് നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സർക്യൂട്ടുകൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന സർക്യൂട്ട് ഒന്നുകൂടെ പേര് പറയാം. നമ്മൾ ഒരു അർഡുയിനോ ഹെൽപ്പോടെ എങ്ങനെ ബസറിൽ അലാം സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.